മൂന്നാമത്തെ പോയിന്റ് എഴുത്താണ്. മുരളി ഗോപി ഒരു രക്ഷയുമില്ലാതെ എഴുതി വച്ചിരിക്കുകയാണ്. അതായത് കേരളം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്ത് നിന്ന് എഴുതാതെ ഒരു ലോകോത്തരമായ രീതിയിൽ, അതായത് ലോകത്തിൻ്റെ എവിടെ വേണോ നടക്കാവുന്ന രീതിയിൽ ഒരു സിനിമ എഴുതി വച്ചിരിക്കുകയാണ് മുരളി ഗോപി. ലൂസിഫറിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലാഞ്ചന കണ്ടതാണ്. പക്ഷേ എമ്പുരാൻ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വിവാദമായിരിക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ. കൃത്യമായ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് എമ്പുരാൻ സത്യത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് ഗോദ്ര കലാപം പറയുന്നുണ്ട്, അതിന് ശേഷമുണ്ടായ ഗോദ്ര സംഭവത്തിന് ശേഷമുണ്ടായ കലാപം, അതിൻ്റെ ഒരു ക്രൂരത, അതെല്ലാം കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കാൻ മുരളി ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഉദിച്ചു വന്ന നേതാക്കൾ, അതുമായി ബന്ധപ്പെട്ട് വർത്തമാന ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അതിനെ എത്രത്തോളം രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയം എത്രത്തോളം ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും മുരളി ഗോപി ഈ സിനിമയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സംഘപരിവാർ അനുകൂല നേതാവിൻ്റെയൊക്കെ ഒരു റോളുണ്ട്. ആ റോളൊക്കെ വളരെ മനോഹരമായിട്ട് മുരളി ഗോപി എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് തന്നെ അനുഭവിക്കേണ്ടതാണ്.